എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക്കലി മാപ്പ് പറയുക. അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അത് തരത്തിലാണ് അയാളുടെ ഈഗോ സമ്മതിക്കാത്തതുകൊണ്ട് അതങ്ങനെ നടന്നു. അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് എന്നോട് സംസാരിച്ചത്. അങ്ങനെ ഭാര്യയും ഭർത്താവും കാറിലിരുന്ന ആ ഒരു സംഭവത്തിൽ സദാചാര ഗുണ്ടിയായിട്ടുള്ള ഉത്തര എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ്. ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് രംഗത്ത് വന്നിട്ടുള്ളത്. രംഗത്ത് വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഈ പുള്ളിക്കാരി ഇവർക്കെതിരെ ഒരു കേസ് അങ്ങോട്ട് പോയി കൊടുക്കായിരുന്നു. സംഭവങ്ങൾ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ഭാര്യയും ഭർത്താവും ആശുപത്രി പോയി വരുന്ന വഴിക്ക് ഒരു റോഡ് സൈഡിൽ ഒരു വഴിയുടെ ഭാഗത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നു. അതുവഴി ജോലി കഴിഞ്ഞ് പോകുന്ന ഈ ഒരു പെൺകുട്ടി കാറിൽ കാണാൻ പാടില്ലാത്ത എന്തോ കാര്യം കണ്ടു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വീട്ടിൽ പോയിട്ട് അമ്മേനെയും വിളിച്ചുകൊണ്ടും തൊട്ടടുത്തുള്ള അയൽവാസിനെയും വിവരം അറിയിച്ചുകൊണ്ട് അവിടെ വന്നിട്ട് എന്താണ് പരിപാടി, ഏതാണ് പരിപാടി എന്ന് ചോദിച്ച് അവരുടെ മിക്കട്ട് കയറിയ സമയത്ത് അവരുടെ ഒരു സേഫ്റ്റിക്കും തെളിവിനും വേണ്ടിയിട്ട് വീഡിയോ ക്യാമറ ഓൺ ചെയ്തു വെച്ച് ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങളും ദൃശ്യങ്ങളും പകർത്തിയതിനു ശേഷം അതിന്റെ ലീഗൽ വശങ്ങളും ചോദിച്ച് മനസ്സിലാക്കി വീഡിയോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തു. ഇത് പോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും ആ കുട്ടിക്ക് സ്പ്രെഡ് ആവുകയാണ്. അത് സ്പ്രെഡായി കഴിഞ്ഞതിന് ശേഷം നിക്കക്കള്ളി ഇല്ലാതെ ഒരുപാട് പേര് ഇവരെയാണ് സദാചാര ഗുണ്ടായിസം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എയർ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ട് സഹിക്കാൻ മേലാഞ്ഞിട്ട് കുറെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഓടി നടന്ന് ബൈറ്റ്സ് കൊടുക്കുന്ന തിരക്കിലാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നിട്ടുള്ള സംഭവബഹുലമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിമൽ പറഞ്ഞാണ് നമുക്ക് കേൾക്കാം. ഇപ്പോൾ വന്നേക്കുന്നത് കേസ് പോയിട്ടുണ്ട്. കേസ് സൈബർ സെൽ വഴിയാണ് ആദ്യം വന്നത്. അപ്പോൾ എന്നെ എൻ്റെ ഫാമിലിയും വിളിച്ചു, ചെല്ലാൻ പറഞ്ഞു. നമ്മുടെ സൈഡ് കേട്ടതിന് ശേഷം അവർ നമ്മളെ മാന്യമായിട്ട് സംസാരിച്ച് നമ്മളെ വിട്ടു. ശേഷം ഞങ്ങൾ ഈവനിങ് സ്റ്റേഷനിൽ വിളിച്ചു. നമ്മളെ 4 മണിയൊക്കെ ആയപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. സ്റ്റേഷനിൽ CI ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഡിലീറ്റ് ചെയ്യില്ല, പബ്ലിക്കായിട്ടൊരു അപ്പോളജി ആ കുട്ടി പറയാത്തടത്തോളം ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ആ കുട്ടി വില്ലിങ് ആയില്ല. അത് അങ്ങനെ സംസാരമായി. അവരുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരും അവരുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ ചോദ്യങ്ങൾ ഒരുപാട് ഉന്നയിച്ചു. അതായത് അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് തെറ്റല്ലേ സാർ? അവർ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റത്തില്ല, അങ്ങനെയൊന്നും ഒരു നിയമമില്ല, പബ്ലിക്കായിട്ടുള്ള സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ഈ വീഡിയോയിൽ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് ഒരു കാര്യം പോലും ഇല്ല. ഞാൻ മാന്യമായിട്ടാണ് സംസാരിച്ചെന്നുള്ള ബോധം എനിക്കുണ്ട്. അവരെ മോശപ്പെടുത്തുന്ന രീതിയിലോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ ഞാൻ ഒരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല. എനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിനെതിരെ ഞാൻ പ്രതികരിച്ചു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കെതിരെ ആ ഒരു ക്രിമിനൽ സംഭവം ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എനിക്ക് പറ്റും. അതുകൊണ്ട് ഞാൻ കൊടുത്തു ഒരു കേസ്. അവരുടെ പേരിൽ ഞാനൊരു കേസ് കൊടുത്തു. എനിക്ക് എൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറി ആക്രമിക്കാൻ ശ്രമിച്ചു, ആളെ വിളിച്ചു, കുട്ടി ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു. അവർ പറഞ്ഞൊരു കാര്യം അവരുടെ അടുത്തുള്ള ആൾക്കാരെയാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കറിയാത്ത 1-2 ആളായിക്കോട്ടെ, അത് പബ്ലിക്കാണ്, എനിക്കത് സ്ട്രേഞ്ചേഴ്സാണ്. സോ എന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സോ പബ്ലിക്കലി എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക്കലി മാപ്പ് പറയുക. അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അത് തരത്തിലാണ് അയാളുടെ ഈഗോ സമ്മതിക്കാത്തതുകൊണ്ട് അതങ്ങനെ നടന്നു. അപ്പോൾ ഇന്ന് വീണ്ടും സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ആ കുട്ടിയുടെ മാനസിക നില വളരെ മോശമാണെന്നും ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയെന്നുമാണ് പോലീസ് എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എന്നോട് മാപ്പ് പറയണ്ട, എന്നോട് ആ കുട്ടി മാപ്പ് പറയണ്ട, സ്റ്റേഷനിൽ വെച്ച് മാപ്പ് പറയണ്ട, റിട്ടേൺ ആയിട്ടൊരു മാപ്പ്. കാരണം ഈ ആത്മഹത്യ ഭീഷണി എന്ന് കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്, കുടുംബവും കുട്ടിയായിട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മഹത്യ ഭീഷണി എന്നൊരു സംഭവം വന്നപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് പേടിയുണ്ട്. എഴുതി തരിക, ഇതേപോലെ ഒരു അബദ്ധം പറ്റി, മാപ്പ് പറയണ്ട, അബദ്ധം പറ്റിയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവരുതും എന്നുള്ള എനിക്ക് പരാതികളോ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് എഴുതി സ്റ്റാമ്പ് പേപ്പറിൽ ചെയ്ത് തന്ന് സൈൻ ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം ഡിലീറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു, മര്യാദയോടുകൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. അതെങ്ങനെ പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ്? അത്യാവശ്യം പക്വതയുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് ഞാനിത് സംസാരിച്ചത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മറുപടി അല്ല എനിക്ക് കിട്ടിയത്. ഞാൻ ഈ ഇത്രയും മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം സ്പ്രെഡായ ഈ വീഡിയോ ഞാൻ എല്ലാവരെയും കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ നടത്തി ഒരു അപ്പോളജി പബ്ലിക്കായിട്ട് അദ്ദേഹത്തോട് ചെയ്യണം എന്നും പറഞ്ഞു. ഞാൻ എന്ത് തെറ്റായിട്ടാണ് ഞാൻ സോറി പറയേണ്ടത്? സോറി എന്നൊരു വാക്ക് ഞാൻ മിണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പെൺകുട്ടി സ്വല്പം ഈഗോള തരത്തിലാന്നുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതന്ന് ആ കുട്ടീന്റെ പ്രതികരണം കണ്ടപ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായതാണ്. ആള് ഇച്ചിരി ബഗിരിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ വിമൽ ആ കുട്ടീനോട് മാപ്പ് പറയണം എന്നുള്ള ഒരു അവസ്ഥയിലും കാര്യങ്ങളൊക്കെയാണ്. പുള്ളിക്കാരൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. വിമൽ എന്തിനു മാപ്പ് പറയണം? എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കുക. അയാൾ എന്തിനു മാപ്പ് പറയണം? അയാളും ഭാര്യയും കൂടെ ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്ക് കാർ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ പിന്നിലിരുന്നിട്ട് ഭാര്യയുടെ തോളത്ത് തല ചായച്ച് കിടക്കുകയായിരുന്നു എന്നുള്ള കാര്യം അയാൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഇത് കണ്ടു വന്ന സമയത്ത് ഈ പെൺകുട്ടി വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുന്നതാണ്. സോ ഈ 2 ആൾക്കാർ ഇതിനു വേണ്ടി വന്നു തന്നെയാണ്. അപ്പം ഇവിടെ ഭാര്യയും ഭർത്താവും ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാനുള്ള ബോധവും ബുദ്ധി ആ സമയത്ത് ഉണ്ടായില്ല. മറ്റുള്ള ഒരുപാട് പേര് ഇത്തരത്തിലെ പ്രവർത്തികൾക്ക് വേണ്ടി ഇവിടെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉള്ളിലെ കാട്ടുകളിലൊക്കെ വരുന്നതുകൊണ്ട് ഇവരും ആ പരിപാടിക്ക് വന്നിട്ടാണ് ഈ നാട് റോഡിൽ വണ്ടി നിർത്തിയേക്കുന്നതെന്നാണ് ഈ പെൺകുട്ടി സത്യത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. ആ വിചാരം കൊണ്ട് പുള്ളിക്കാരി വീട്ടിൽ പോകുന്നു. കാര്യങ്ങൾ എന്തായതാണെന്നും ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലാതെ
വീട്ടിൽ പോയതിനു ശേഷം അമ്മേനെയും അയൽവാസിനെയും കൂട്ടി വരുന്നു. വന്നതിന് ശേഷം എന്താണ് കാര്യം എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ആദ്യം തന്നെ അവിടെ വന്നിട്ട് ആ വണ്ടീന്റെ നമ്പറും കാര്യങ്ങളും വണ്ടിയെല്ലാം ഫോട്ടോ എടുത്തോ എന്നുള്ള കാര്യം വിമലിന്റെ വീഡിയോ പറയുന്നുണ്ട്. സോ പുള്ളിക്കാരനും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒരു തെളിവിന് വേണ്ടി വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് ഇവരുടെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ പകർത്തുന്നു. ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ വഴി ജോലി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ ജോലി കഴിഞ്ഞ് ആ വഴി പോയാൽ മതി. അല്ലെങ്കിൽ ഈ നടുറോട്ടിൽ വണ്ടി നിർത്തിയിട്ട് ഈ വക പരിപാടികൾ ചെയ്യുന്നൊന്നും പോസിബിൾ അല്ല. അല്ലെങ്കിൽ തന്നെ ഇവരെന്താ രണ്ടുപേരും ഡ്രസ്സും ഒന്നും ഇല്ലാതെയാണോ കാറിനകത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത്? കുട്ടി ആ നിലയിലാണോ കണ്ടത്? അതല്ലാന്നുണ്ടെങ്കിൽ നടുറോട്ടിൽ പായ വിരിച്ചിട്ട് അവിടെയാണ് ഉണ്ടായിരുന്നത്, ആളുകളെ എല്ലാവരും കാണത്തക്ക വിധത്തിൽ. അല്ല, അവരവരുടെ സ്വന്തം വണ്ടിക്കകത്താണ് ഉണ്ടായിരുന്നത്. അവരുടെ പ്രൈവസിക്കകത്തോട് തലയിട്ട് നോക്കിയത് ഈ പെൺകുട്ടിയാണ്. ഈ ഓൺലൈൻ മീഡിയക്കാർ കൊടുത്ത വീഡിയോക്ക് അത് തന്നെ വ്യക്തമായിട്ട് കാണാം. താഴെ ഒരു വീടുണ്ട്, അതിന്റെ അപ്പുറത്തും ഒരു വീടുണ്ട്. സോ വീടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അവിടെയാണ് അവർ വണ്ടി പാർക്ക് ചെയ്തത്. ഇപ്പൊ ഇവർ പറയുന്ന പോലെ തന്നെ അവിടെ ഇത്തരത്തിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ തന്നെ എന്തിന് വീടുള്ള സ്ഥലത്ത് തന്നെ ഇവർ കൊണ്ടുവന്ന് വണ്ടി നിർത്തണം? അവർക്കെന്താ അത്രയും ബോധമല്ലേ? അതൊരു റോഡാണ്, അതിൽ ആളുകൾ നടന്നു പോവാം. ഇത് വീട്ടിലേക്കുള്ള വഴിയാണ്, 2 വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ്. അത് കണ്ടറിയാലോ. ഈ വഴിയെ ചിലപ്പോൾ ആൾ നടമാട്ടം ഉണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, മോശമാണെന്ന് എന്താ അവർക്കൊരു മിനിമം കോമൺ സെൻസ് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ? അവർക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഇവർ പറയുന്ന പോലെ മാറി അവിടെ എന്താണ് ഉൾനാടൻ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കുറ്റിക്കാടുകളുണ്ട്, കാടുകളുണ്ട്, വനമേഖല ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ വണ്ടി കൊണ്ട് പൊക്കൂടെ? ഇതിനു വേണ്ടി തന്നെ വന്നതാണ് ഇന്റൻഷനോട് കൂടിയെന്നുണ്ടെങ്കിൽ. സോ ഈ ഒരു കാര്യത്തിന് തന്നെ നമുക്ക് വ്യക്തം. അവർ ആശുപത്രി പോയി വരുന്ന വഴിക്ക് അത് റെസ്റ്റ് എടുത്തായിരിക്കാം. ഇപ്പൊ പറയുന്ന പോലെ കപ്പിൾസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വിവാഹം ഉറപ്പിച്ചവരാട്ടെ, വിവാഹം കഴിഞ്ഞവരാട്ടെ, ഇപ്പം എന്താണ് പുതിയ വിവാഹ ജീവിതത്തിലോട്ട് കടക്കാനിരിക്കുന്നവരാട്ടെ, ലിവിങ് ടുഗദർ ജീവിക്കുന്ന ആൾക്കാരാവട്ടെ, ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ നിയമ സംരക്ഷണം ഉള്ളതാണ് ഈ ലിവിങ് ടുഗദർ കപ്പിൾസിനൊക്കെ. അങ്ങനെയുള്ള ആരും ആയിക്കോട്ടെ, അവര് വണ്ടി നിർത്തിയിട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വിശദമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി പെയിനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അവിടെ റെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അവർ തെറ്റു പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഒരു മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ അവിടെ ആദ്യം പോയിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ നാട്ടുകാരെല്ലാരും കൂടെ കയ്യോടെ ഈ ഒരു ഇൻസിഡന്റ് പൊക്ക. അപ്പോൾ ഇതിനകത്ത് എൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. കാരണം വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നുള്ള മൈൻഡിൽ തന്നെയായിരുന്നു ഞാൻ അപ്പോളജി ചോദിച്ചത്. പക്ഷേ ആ കുട്ടിയുടെ അറഗൻസ് എന്നോട് പറഞ്ഞൊരു രീതി അത് വെച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ മാപ്പ് പറയാനാണ് പറയുന്നത്. ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് ഞാൻ മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ പറയണം എന്നുള്ള ആളുടെ ഞാൻ എന്തിന് ഇത് കൊടുക്കണം? ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ റെഡിയല്ല. പ്ലസ് അവരുടെ ജോലി സ്ഥാപനത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലോ അവർക്കുണ്ടാകുന്ന മാനക്കേടിനോ നാണക്കേടിനൊന്നും ഒരു ഉത്തരവാദി ഞാനല്ല. കാരണം എനിക്കെതിരെ ഉണ്ടായ ഒരു മോശം സംഭവത്തിനാണ് ഞാൻ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടത്. അത് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം ഞാൻ ആ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടു. മറിച്ച് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഞാൻ ഒരു ഡാൻസ് ടീച്ചറാണ്, പെൺകുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ എൻ്റെ വേറെ ആരെങ്കിലും വരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവരെന്നെ വെറുതെ വിടില്ല. അവരെന്നെ മർദ്ദിക്കും, അവരെന്നെ മോശം പറയും, അവരെന്നെ പലതും ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇതൊരാണും പെണ്ണും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല. ഇതൊരു ഭാര്യയും ഭർത്താവും, അതായത് എൻ്റെ ഭാര്യയും പെണ്ണ് തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം ഏജ് തന്നെയാണ് രണ്ടുപേർക്കും. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ മാനസിക സംഘർഷം കൂടി ഇതിനകത്ത് കണക്കാക്കി വേണം മുന്നോട്ട് കാര്യങ്ങൾ പോകാനായിട്ട് എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോക്കകത്ത് ആ പയ്യൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അയാൾ ഒരു ഡാൻസ് ടീച്ചറാണ്, സുഹൃത്തുക്കളുണ്ട് സ്ത്രീകൾ. ഇവരുടെ കൂടെയൊക്കെ വണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് താൻ വണ്ടി നിർത്തിയിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ആര് നാണം കെടും? ആ പയ്യൻ നാണം കെടും അല്ലെ? ഈ ഒരു വീഡിയോ ഈ പയ്യൻ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരാണ് പ്രചരിപ്പിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പം തെറ്റുകാരുടെ സ്ഥാനത്ത് ഈ പയ്യനും ഈ പയ്യന്റെ വൈഫും നിന്നേനെ. ഓൺലൈൻ മാധ്യമങ്ങളും മീഡിയാസും എല്ലാം തന്നെ നടുറോട്ടിൽ സദാചാരം എന്നും പറഞ്ഞിട്ട് ഇവരുടെ ഫോട്ടോയും ഇവരുടെ വീഡിയോയും വെച്ചിട്ട് കാര്യം എന്താണെന്ന് അറിയാതെ എന്ത് ചെയ്യായിരുന്നു? തുള്ളിച്ചാടായിരുന്നു. പ്രത്യേകിച്ച് ഇവർക്കൊരു ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഐ മീൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യത്തിന് ഫോളോവേഴ്സും കാര്യങ്ങളും ഇല്ലാത്ത ആളാണ്. ഒരു സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ ലൈവും കൊണ്ട് ഇവർ വരുമോ? ഞങ്ങളാണ് കാറിലുണ്ടായിരുന്നത്, ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വരാൻ അവരുടേതായ മടികളുണ്ടാവും, അവരുടേതായ കാരണങ്ങളുണ്ടാവും. അപ്പൊ അവരാണ് അവിടെ നാണം കേട്, അവിടെ പ്രതിക്കൂട്ടിലാവുന്നത്. ഇത് സദാചാരം തന്നെയാണ്. അത് ആ പെൺകുട്ടിക്ക് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായില്ല എന്ന് പറയുന്നത്. കുട്ടി ചെയ്തത് സദാചാരം തന്നെയാണ്. റിട്ടേൺ ആയിട്ടൊരു മാപ്പ് എഴുതി കൊടുക്കാൻ വേണ്ടി ആ കുട്ടിയുടെ മനസ്സ് സമ്മതിക്കുന്നില്ല, ഈഗോ സമ്മതിക്കുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി പറയാൻ പറ്റത്തില്ല. അതും വല്ലാത്തൊരു ഈഗോ കൊണ്ട് പറ്റത്തില്ല. ഇവിടെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മാനസിക നില ഓക്കെ അല്ല, സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ട് ആ പയ്യന്റെ കുടുംബത്തിനെയും സമാധാനം ഇല്ലാതാക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ആ പെൺകുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെറ്റാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അവരോട് ഒരു സോറി പറയേണ്ട ഉത്തരവാദിത്തം ആ സ്ത്രീക്കും അവരുടെ അമ്മയ്ക്കും അവിടെ കൂടി ആ ഒരു നാട്ടുകാരനാണോ മൂത്തച്ഛനാണോ ആരാന്നറിയില്ല ഒരു പുരുഷനുണ്ട്, അയാൾക്കും ഈക്വലി ബാധ്യതയുണ്ട്. ഒരു സോറി, അതിപ്പോ സ്വന്തം തെറ്റ് മനസ്സിലാക്കി ഒരു സോറി പറയുന്നില്ല, തെറ്റൊന്നുമില്ല. പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ എല്ലാം കാണുകയും ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്കും ഡിമാൻഡൊന്നും ഇല്ല. അയാൾ ചോദിച്ച പോലെ ഒരു റിട്ടേൺ ആയിട്ട് ആ ഒരു സോറി അവിടെ എഴുതി കൊടുത്താലും മതി. അതും ആ പെൺകുട്ടിക്ക് പറ്റില്ല. അപ്പോഴേക്കും ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് മെന്റലി ഞാൻ ഓക്കെ അല്ല എന്നും പറഞ്ഞിട്ട് അവിടെ അയാളുടെ കുടുംബത്തിന് സമാധാനം ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കേസ് പിൻവലിക്കരുത്. ആ പെൺകുട്ടിയുടെ ഭാഗത്താണ് പൂർണ്ണമായിട്ട് തെറ്റുള്ളത്. ഒരു സദാചാരം കളിക്കേണ്ട ആവശ്യങ്ങളൊന്നും അവിടെ ഇല്ല. അതൊരു ഭാര്യയും ഭർത്താവും ആണെന്ന് ചോദിച്ച് മനസ്സിലാക്കാതിരുന്നത് അവരുടെ തെറ്റ്.
ഒരുപക്ഷെ അവർ ഇവരെ സമീപിച്ചിരുന്ന രീതി ശരിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പയ്യൻ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് വീഡിയോ പിടിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആരാ ഭാര്യയും ഭർത്താവുമാണ്, എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ച് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് നല്ല മര്യാദയ്ക്ക് ചോദിക്കുകയായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ആ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഇങ്ങനൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്ക് തന്നെ ചിന്തിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണല്ലേ. പക്ഷെ അവിടെ നടന്നത് മറ്റെന്തോ ആയതുകൊണ്ടാണ് അയാൾ വീഡിയോ ക്യാമറ ഓൺ ചെയ്തിട്ട് ഈ സംഭവങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരയാണ് മാപ്പ് പറയേണ്ടത്. ഉത്തരയ്ക്ക് മാപ്പ് പറയാൻ പറ്റാത്ത പക്ഷത്തോളം ഏറെ തന്നെ ഇരുന്നോളൂ, താഴോട്ട് ഇറങ്ങണം എന്ന് ഒരാൾക്കും നിർബന്ധമില്ല. പിന്നെ ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഇന്റർവ്യൂസിൻ്റെ അകത്തൊക്കെ എന്താണ്, എന്നെ അറിയുന്ന ആളുകൾക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൊളീഗ്സിനും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ വീട്ടുകാർക്കൊക്കെ എന്നെ പറ്റി അറിയാം, എനിക്ക് അവരെ ബോധിപ്പിച്ചാൽ മതി, അവരെ ബോധിപ്പിച്ചാൽ മതി, ഇത്ര കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ ഡെയിലി അതേമാതിരി തന്നെ നടക്കും, ഞാൻ ജോലിക്ക് പോകും, ഞാൻ ഭക്ഷണം കഴിക്കും, ഞാൻ ഉറങ്ങും, ഈ കാര്യങ്ങളൊക്കെ ഉത്തരേനെ ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉത്തര ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്? ഈ സൈബർ ബുള്ളിങ് നേരിടാൻ വേണ്ടിയിട്ട് കുട്ടി എന്തുകൊണ്ടും ബാധ്യസ്ഥയാണ്. സോ വന്ന ബുള്ളിങ്സും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്തേക്കുക. സോറി പറയണമെങ്കിൽ സോറി പറഞ്ഞേക്കുക. ഈ ആത്മഹത്യാ ഭീഷണി ഒന്നും ഒരു ശരിയായ ഏർപ്പാടുമല്ല, അതൊന്നും ഒരു പരിഹാരവും ആവില്ല. ഇതൊരു തരം ഭീഷണിയാണ്. അയാളുടെ കുടുംബത്തിനെയും ഭീഷണിപ്പെടുത്തിയിട്ട് ഇയാൾക്കുണ്ടായ നാണക്കേടും കാര്യങ്ങളൊക്കെ മായ്ച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ചെറിയ ചാനൽ മുതൽ വലിയ ചാനൽ വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ വീഡിയോസും കളയുക എന്ന് പറയുന്ന അത്ര പോസിബിളായ കാര്യമല്ല. ട്രോൾ വീഡിയോസ്, റിയാക്ഷൻ വീഡിയോസ്, റോസ്റ്റിംഗ് വീഡിയോസ്, പിന്നെ ചെറിയ ചെറിയ ഇൻസ്റ്റാഗ്രാം റീൽസ്, പോസ്റ്റുകൾ, ഈ വക സാധനങ്ങളെല്ലാം തന്നെ വിമൽ കൊണ്ടുപോയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മറ്റേ ചിട്ടി റോബോ ഒന്നും അല്ല ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ ബുദ്ധി ഉണ്ടെങ്കിൽ അതൊക്കെ ആലോചിച്ച് പറയും. എന്തോ ഹോസ്പിറ്റലിൽ ജോലിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. CCTV ക്യാമറ ആയിട്ടൊന്നും അല്ലായിരിക്കും ജോലി. എന്തായാലും ഈ ഒരു കാര്യത്തിൽ സോഷ്യൽ മീഡിയ മുഴുവൻ വിമലിനൊപ്പമാണ് എന്നുള്ള കാര്യം അയാളുടെ വീഡിയോന്റെ കമന്റ് ബോക്സ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.